സുനിൽ ഐസക് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. സുനിൽ, GST തട്ടിപ്പ് നടക്കുന്നതിനെ കുറിച്ച് എന്താണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത്? അദ്ദേഹത്തിന്റെ ആരോപണം എന്താണ്? നിഷാദ്, GST തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കുറെ കൂടി ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുന്നത്. അല്പസമയം മുമ്പ് കന്റോൺമെന്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം ഒരു സംഘം ഏതാണ്ട് 1100 കോടി രൂപയുടെ GST തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നതാണ്. അതായത് സാധാരണക്കാർ അറിയാതെ അവരുടെ പേരിലാണ് ഇത്തരത്തിൽ GST നിർമ്മിക്കുകയും അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നു എന്നതാണ്. GST അക്കൗണ്ട് ഉണ്ടാക്കുകയും അതിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ KSBയുടെ ബില്ല് അടയ്ക്കുമ്പോഴും അതുപോലെ ഈ സഞ്ജയ് പോർട്ടൽ, ബാങ്ക് അക്കൗണ്ട് തുടങ്ങി അത്തരം പോർട്ടലുകൾക്ക് നിന്ന് അല്ലെങ്കിൽ ഈ ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് എടുത്ത് അത്തരം സ്ഥലങ്ങളിൽ നിന്നാണ് ഈ സാധാരണക്കാരുടെ ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കമുള്ള ആളുകൾ സംഘടിപ്പിക്കുന്നത്. പല ആളുകളും ഇത് അറിയാതെ പോകുന്നു. ചില ആളുകൾ ബാങ്കുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾക്കൊക്കെ എത്തുമ്പോഴാണ് അവരുടെ അക്കൗണ്ട് വഴി 50-60 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട് എന്ന വിവരം അറിയുന്നത് തന്നെ. ഇത് വലിയൊരു സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പുറത്ത് വന്നിട്ടുള്ളത് ഏതാണ്ട് 1100 കോടി രൂപയുടെ തട്ടിപ്പാണ്. ഇത് പൂനെ GST ആണ് ഇത് കണ്ടെത്തുകയും സംസ്ഥാന GST വകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനോ ഇതിൽ കുറ്റക്കാരെ കണ്ടെത്താനുള്ള ഒരു നീക്കവും GSTയുടെ ഭാഗത്തു നിന്ന് ഒപ്പം ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അതിന് പിന്നിൽ ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ട് എന്ന ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു. അതായത് ധനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ചില ആളുകൾക്ക് ഈ തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ടെന്ന ആരോപണം കൂടി അദ്ദേഹം ഒരു ആരോപണം എന്ന നിലയ്ക്ക് തന്നെ ഉന്നയിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച അന്വേഷണങ്ങളൊന്നും ഉണ്ടാവാത്തത്. മാത്രമല്ല ഈ GSTയുമായി ബന്ധപ്പെട്ട ചില പൊളിറ്റിക്കൽ നിയമനങ്ങൾ, ചില പൊളിറ്റിക്കൽ പോസ്റ്റുകളുണ്ട്. അത്തരം ആളുകളുമായിട്ടാണ് ഈ തട്ടിപ്പ് സംഘത്തിന് ബന്ധം. ഇതുപോലെ നിരവധി തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് ഇപ്പോൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ള ഈ ആരോപണങ്ങളിൽ ഉന്നയിക്കുന്ന ആ തട്ടിപ്പിൽ മാത്രം ഏതാണ്ട് 200 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു. അത് സംസ്ഥാന സർക്കാരിന് വലിയ നഷ്ടം, 200 കോടിയുടെ നഷ്ടമുണ്ടായിരിക്കുന്നു. എന്നാൽ ആ തുക തിരിച്ചു പിടിക്കാനുള്ള ഒരു നടപടിയും ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല പോലീസിൽ പരാതിപ്പെടുക പോലും ധനകാര്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ല. നിലവിലുണ്ടായിരുന്ന ഈ തട്ടിപ്പ് നടത്തിയ GST അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങാൻ സർക്കാർ തയ്യാറായില്ല. ഇതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. ഇത് വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ശരി, GSTയിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുവെന്നതാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. എന്നാൽ ഇത് ഇൻഫോം ചെയ്യപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കുകയോ നടപടിയിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം